ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2016 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. പൊതുവ്യത്യാസം 3 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക. ഇതിന്റെ 11ാം പദം കാണുക. അപ്പോൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 3 ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം 1 തന്നെ എടുക്കാം. രണ്ടാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നിന്റെ കൂടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുള്ള 3 ആണ്. ഒന്നിന്റെ കൂടെ 3 കൂട്ടിയാൽ 4. ഇനി 4ന്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ 7. 7ന്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ 10. ഓക്കെ, എക്സെട്ര. അപ്പൊ നമുക്ക് 3 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1, 4, 7, 10, എക്സെട്ര. സപ്പോസ് നിങ്ങൾക്ക് 2 ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാൻ തോന്നുന്നെങ്കിൽ 2, 2 + 3 എത്രയാണ്? 5. വീണ്ടും 5 + 3 എത്രയാണ്? 8. ഓക്കെ, അപ്പൊ 2, 5, 8, എക്സെട്ര. ഇതും 3 കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഏത് വേണമെങ്കിലും 3 കൂട്ടി എഴുതുന്ന ഏതൊരു സീക്വൻസും നമുക്ക് എന്ത് പറയാം? അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3 ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് 1, 4, 7, 10, എക്സെട്ര എന്ന സമാന്തര ശ്രേണിയാണ്. ഇനി നമുക്ക് ഇതിന്റെ 11th ടേം കാണാം. നമ്മുടെ ഇക്വേഷൻ ടേബിളിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? nth ടേം കാണാനുള്ള ഇക്വേഷൻ dn + f - d. ഓക്കെ, ഇവിടെ d എന്താണ്? കോമൺ ഡിഫറൻസ്. f എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. d ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 3 ഇൻറ്റു n എത്രയാണ്? 11ാമത്തെ പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് n 11 പ്ലസ് f ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 1 മൈനസ് d എത്രയാണ്? 3. ഇനി 3 × 11 33 പ്ലസ് 1 - 3 എത്രയാണ്? -2. 33ൽ നിന്ന് 2 പോയാൽ 31. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 11th ടേം അഥവാ 11ാം പദം എത്രയാണ്? 31. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the sum of the first n terms of an arithmetic sequence is 3n² + 2n. Find the common difference and algebraic form of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² + 2n. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസവും ബീജഗണിത രൂപവും കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് n ടേംസ് എത്രയാണ്? 3n² + 2n. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മൂന്നാമത്തെ പോയിന്റ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് n/2 × f + l. ഈ ഇക്വേഷനിൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഇക്വേഷൻ n/2 × 2f + n - 1 × d. ഈ ഇക്വേഷനിൽ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് പോകുന്നത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു n/2 × 2f + n - 1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ആദ്യം തന്നെ n/2 ഇതിനെ നോക്കുന്നു, ഉള്ളിലേക്ക് ഇൻഡു ചെയ്യാം. n/2 × 2f പ്ലസ് ഇനി n - 1 × d × n/2. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. 2ഉം 2ഉം പോയി. ഇപ്പൊ എന്ത് വന്നു? nf പ്ലസ് ഇനി n - 1നെ nd/2നെ നമ്മൾ ഇക്വേഷൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്യാം. അപ്പോൾ dn/2 × n എന്ത് വരും? dn² എന്ന് വരും. ഇനി -1 × dn/2 എന്ത് വരും? -dn/2. ഓക്കെ, ഇനി dn²/2 നമ്മൾ അതുപോലെ തന്നെ എഴുതും, d/2 × n². ഇനി n-ന്റെ കോഎഫിഷ്യന്റ് ഈ രണ്ടെണ്ണത്തിൽ nf-ലായാലും dn/2-ലായാലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? n ആണ്. ആ n-നെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. n-നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരുന്നത്? f. ഇവിടെ f ഉണ്ട്, ഇവിടെ എന്താണ് വരുന്നത്? -d/2. അപ്പോൾ f - d/2. ഓക്കെ, ഈക്വൽ ടു d/2 n² പ്ലസ് f - d/2 n.
അപ്പോൾ സം ഓഫ് n ടേംസിലെ നമ്മൾ പഠിച്ച ഇക്വേഷനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനും ഈ ഇക്വേഷനും നമുക്കൊന്ന് കമ്പയർ ചെയ്തു. തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 3n² പ്ലസ് 2n. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ n² കോഎഫിഷ്യന്റ് ആയിട്ടുള്ള സംഖ്യ എന്താണ്? d/2, അതായത് കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. അതേപോലെ n കോഎഫിഷ്യന്റ് ആയിട്ടുള്ള സംഖ്യ ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസത്തിന്റെ പകുതി കുറച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞിട്ട് an² പ്ലസ് bn എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിലെ a എന്തായിരിക്കും? d/2, അതായത് കോമൺ ഡിഫറൻസിന്റെ പകുതിയും b എന്തായിരിക്കും? ഫസ്റ്റ് ടേം മൈനസ് d/2, ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം ബൈ 2. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എങ്ങനെയാണ് വന്നത് എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 3n² പ്ലസ് 2n. ഓക്കെ, അപ്പോൾ 3 എന്താണ്? d/2 ഈക്വൽ ടു 3. d എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അപ്പോൾ d ഈക്വൽ ടു 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടി. ഇനി അടുത്ത 2 എന്ന് പറയുന്നത് b, f മൈനസ് d/2 ഈക്വൽ ടു 2. എഫ് നമുക്ക് അറിയില്ല, മൈനസ് d എത്രയാണ്? 6/2 ഈക്വൽ ടു 2. എഫ് മൈനസ് 3 ഈക്വൽ ടു 2. എഫ് ഈക്വൽ ടു 2 പ്ലസ് 3 ഈക്വൽ ടു 5. അപ്പോൾ സം ഓഫ് n ടേംസിന്റെ ഇക്വേഷൻ 3n² പ്ലസ് 2n ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 5 ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ആൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്, ബീജഗണിത രൂപം കാണുക. ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ ഇവിടുത്തെ സെക്കൻഡ് പോയിന്റ് dn പ്ലസ് f മൈനസ് d. ആൾജിബ്രായിക് ഫോം ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. d എത്രയാണ്? 6. n ഫിക്സഡ് ആയിരിക്കും. ആൾജിബ്രായിക് ഫോം എഴുതുന്ന സമയത്ത് n വാല്യൂസ് ഒന്നും ഇട്ട് കൊടുക്കരുത്. f എത്രയാണ്? 5 മൈനസ് d എത്രയാണ്? 6 ഈക്വൽ ടു 6n പ്ലസ് 5 മൈനസ് 6 എത്രയാണ്? -1. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 6n-1. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2015 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യും. താങ്ക് യു.